ഈ വീഡിയോയിൽ കേരള സർക്കാർ നടപ്പിലാക്കിയ കുറച്ച് പദ്ധതികളെക്കുറിച്ചാണ് വിവരിച്ചിട്ടുള്ളത്. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നിങ്ങൾക്ക് വരുന്ന എക്സാംസിന് ഉപകാരപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി മാതർ ജ്യോതി. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി യാത്ര ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതി മാതർ യാനം. യാത്ര വരുമ്പോൾ യാനം. മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. വൃക്ഷത്തൈകൾ നട്ടു വളർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ആലില. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന അങ്ങാടിക്കുരുവികളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പദ്ധതി കുരുവിക്കൊരു കൂട്. നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിലും സുരക്ഷിത അഭയം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് എൻ്റെ കൂട്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതി ആയുർദളം. ജീവിതശൈലി രോഗനിർണയത്തിനുള്ള ആരോഗ്യ വകുപ്പിൻ്റെ ഒരു ആപ്പാണ് ശൈലി ആപ്പ്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി സേഫ് കേരള. ജില്ലയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് തുണ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗം ബാധിച്ചവർക്കായുള്ള ഗൃഹസന്ദർശന രോഗനിർണയ പദ്ധതിയാണ് അശ്വമേധം. സംസ്ഥാനത്തെ പരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി നിരാമയ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരുമായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാ വിളക്ക്. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി നവജീവൻ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. കേരള സർക്കാരിൻ്റെ സാമൂഹിക ക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം. നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെടുന്ന ഓട്ടിസം, സെറിബ്രൽ പാൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, മെൻ്റൽ റിട്ടാർഡേഷൻ തുടങ്ങിയ ഭിന്നശേഷിയുള്ളവരുടെ നിർധനരായ അമ്മമാർക്ക് സ്ഥിരമായ ഉപജീവനം കണ്ടെത്തുന്നതിനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് മുഖേന സൗജന്യമായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസവും ഉന്നമനവും NGO സഹകരണത്തോടെ നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ ദീൻ ദയാൽ പുനരധിവാസ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതിയാണ് അതിജീവനം. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ട്. ഭിന്നശേഷിക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന പദ്ധതിയാണ് നിരാമയ. 1 ലക്ഷം രൂപ വരെയാണ് പ്രതിവർഷം ലഭിക്കുന്നത്. വിധവകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി അഭയകിരണം പദ്ധതി. ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ വാഹനമാർഗം സ്കൂളിൽ എത്തിക്കാനുള്ള സർക്കാരിൻ്റെ പദ്ധതിയാണ് വിദ്യാവാഹിനി. വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതി വിദ്യാകിരണം. തെറ്റിപ്പോകരുത്, വിദ്യാവാഹിനിയാണെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വാഹനമാർഗം എത്തിക്കുന്നതാണ് വാഹിനി അങ്ങനെ ഓർക്കുക. അതുപോലെ വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നതാണ് വിദ്യാകിരണം. സഹായം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷ, കിരണം അങ്ങനെ ഓർക്കുക, വിദ്യാകിരണം. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി.
കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ചിരി. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് രംഗശ്രീ. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് കൂട്ട്. കേരള സാമൂഹിക നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് സുനീതി. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് പരിരക്ഷ. അശ്വമേധം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ, ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം കുഷ്ഠമാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് വൈവ്സ് എന്നാണ്. അതായത് WIFS. ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയാം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് വൈവ്സ് എന്നാണ്. WIFS. അതിൽ ഐയും എഫും അയൺ ഫോളിക് അങ്ങനെ ഓർത്താൽ മതി. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ബാലമിത്ര. രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. ഈ ഒരു വീഡിയോയിൽ ഇത്രയും പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരും വീഡിയോകളിൽ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തും. എല്ലാവർക്കും വരുന്ന പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലായ്പ്പോഴും ഈ ഓരോ പോയിൻറ്സും എപ്പോഴും കേൾക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ മനസ്സിലിരിക്കത്തുള്ളൂ. ഒരു പ്രാവശ്യം പഠിച്ചത് പിന്നീട് റിവൈസ് ചെയ്യണം. നിങ്ങൾ ആവർത്തിച്ച് പഠിക്കണം. എങ്കിൽ മാത്രമേ മനസ്സിൽ നിൽക്കത്തുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ക്ലാസ്സുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്.